പേര് ജോയ. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ തൃശ്ശൂരാണ്. എൻ്റെ ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. ആദ്യത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഹൈപ്പോതൈറോയിഡിസം വന്നായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷം ഞാൻ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും ഉടമ്പടി എടുക്കാൻ ഒരു പേടിയായിരുന്നു. എനിക്കതൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 3 മാസം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. ഞാൻ ആ 3 മാസം വെർച്വലായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ 3 മാസമാണ് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ശരിക്കും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തതൊക്കെ ആ സമയത്തായിരുന്നു. ഞാൻ ആ സമയത്ത് തൈറോനോം ടാബ്ലറ്റ് 75 mg ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഈ ടാബ്ലറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഡോസ് ഡിക്രീസ് ചെയ്യാണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും കഴിച്ചു. എന്നിട്ട് ഈ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് എനിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും സ്ലൈറ്റ്ലി പോസിറ്റീവായിരുന്നു. അതിനും ടാബ്ലറ്റ് കഴിക്കേണ്ടായിരുന്നു. രണ്ടിൻ്റെയും ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്ത് മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അന്ന് മുതൽ ഇപ്പോൾ ഏകദേശം 3.5 കൊല്ലമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 3-4 മാസം എത്തുമ്പോൾ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ അത് നോർമലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കൊച്ചിന് മൂത്ത മോൾക്ക് അഡിനോയിഡ് ഭയങ്കരമായിട്ട് സ്വെല്ലായി. അവൾക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ഭയങ്കര പ്രോബ്ലമായിട്ട് ഇരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 years ബിഫോറാണ്. അപ്പോൾ ആ സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറാണെങ്കിൽ അഡ്വൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. വേറെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം, ഇനി അത് സ്വെല്ലിങ് ആവണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കൊച്ചിന് ആ ഒരു നോക്കാമെന്ന് പറഞ്ഞ ആ ടൈം പീരീഡിൽ അവൾക്ക് ഉപ്പും തേനും ഒക്കെ കൊടുത്തു. അതിനുശേഷം ഇന്നേ വരെ അവൾക്ക് അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അനിയന് അവനാണെങ്കിൽ US-ൻ്റെ ഒരു എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിലായിരുന്നു. അവൻ്റെ ജോബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അവനിപ്പോൾ കുവൈറ്റിൽ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു ജോലി കിട്ടി. അതൊരു വേറെ അനുഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ ജോലി, ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്യണം കുവൈറ്റിൽ. ഞാൻ 5 വർഷത്തോളം ജോലി ചെയ്യാണ്ടിരുന്നുണ്ട്. 2 പ്രഗ്നൻസീസ് അടുത്തടുത്തായതുകൊണ്ടും കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടും ഞാൻ 5 വർഷം ജോലി ചെയ്യാണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ജോലി കിട്ടാമെന്ന് പറയുന്നത്, കുവൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഫാമിലി വിസ ഉണ്ടാണ്. എന്നിരുന്നാലും നമുക്കൊരു ജോലി കിട്ടാമെന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്ത് MOH-ൻ്റെ ഇൻ്റർവ്യൂ വന്നു. അപ്പോഴൊക്കെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്നുണ്ട്. അച്ഛൻ ആ സമയത്ത് ഒരു ധ്യാനത്തിൽ പറഞ്ഞു 2/8 എന്ന് പറയണ 28 2/8 അങ്ങനെ ഒരു ഡേറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് അതിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് ത്രൂ. അപ്പോൾ ആ കറക്റ്റ് ഡേറ്റിൽ എനിക്ക് 2-ാം തീയതി വൈകിട്ട് റിട്ടേൺ എക്സാമിന് ഡേറ്റ് വന്നു. 3-ാം തീയതിയാണ് റിട്ടേൺ എക്സാം ആയിരുന്നത്. 8-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂവും വളരെ അതിശയകരമായിരുന്നു. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന മുട്ടുകുത്തി ചെല്ലാനുള്ള ഭയങ്കര ഒരു പ്രേരണ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രൈവറ്റായിട്ടൊരു പ്ലേസ് ഒന്നുമില്ല, ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി എൻ്റെ ലാസ്റ്റ് ഗൂഗിൾ സെർച്ചിൽ ഞാൻ സെർച്ച് ചെയ്ത 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ചത്. അതും ഇൻ്റർവ്യൂ വളരെ സ്മൂത്തായിട്ട് പോയി. 1.5 വർഷമായിട്ട് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട്. എല്ലാത്തിനും തിരുക്കുമാരനോടും മാതാവിനോടും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ പത്രം കൊടുക്കുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചൊരു വചനം എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ പത്രവും അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ വാട്സപ്പിൽ എല്ലാ ദിവസവും ഒരു വചനം സ്റ്റാറ്റസ് ഇടും. അതൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്.